ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാരോട് ഉടൻ പണം തിരികെ നൽകാൻ നോട്ടീസ് പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ പങ്കുവെക്കും. വിഷ്ണു, ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാരോട് ഉടൻ പണം തിരികെ നൽകാൻ നോട്ടീസ് അയച്ചിരിക്കുന്നു. കൂടാതെ പലിശ സഹിതം ഇവർ പണം തിരിച്ചടയ്ക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ബൃന്ദ, ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വലിയ നടപടികൾ സ്വീകരിച്ചു വരുന്ന ഘട്ടത്തിലാണ് പൊതുഭരണ വകുപ്പിന്റെ 6 ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ശുപാർശയുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ 6 ജോലിക്കാരിൽ നിന്നും പണം തിരികെ പിടിച്ചെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാനുള്ള ഒരു നടപടി കൂടി വേണമെന്ന് പൊതുഭരണ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് ഇവരിൽ നിന്ന് പണം തിരിച്ച് കൈപ്പറ്റിയെടുക്കണം എന്നുള്ളതാണ്. അതിൽ 18% പലിശ ഈടാക്കി വേണം പണം തിരിച്ചു പിടിക്കാനെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 6 ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 22,600 രൂപ മുതൽ 86,000 രൂപ വരെയാണ് തിരിച്ചു പിടിക്കേണ്ട സാഹചര്യമുള്ളത്. പല ഘട്ടത്തിലും മേഖലകളിലും ജോലി ചെയ്യുന്നവരാണ് ഇത്തരത്തിൽ അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പെൻഷൻ തട്ടിപ്പിൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ പണം തിരികെ പിടിച്ചതിന് ശേഷം മാത്രം മറ്റു നടപടിയിലേക്ക് കടന്നാൽ മതി എന്നാണ്. എന്നാൽ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ്. അതേസമയം മറ്റൊരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ താഴേക്കിടയിലുള്ള ജീവനക്കാർക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിച്ചു വരുന്നത്. മുകളിലുള്ള ഗസറ്റഡ് റാങ്കിലുള്ള ജീവനക്കാർ എന്താണ് ഈ ഒരു വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ?